2.5 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ മനുഷ്യന്മാരാണ് ഇറങ്ങുന്നത്. നോക്കിയാട്ടെ 3 മണിക്ക് വന്നേ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ട്രക്കിങ്ങിനാണ്. വയനാട് ചെമ്പ്ര പീക്കിൽ ട്രക്കിങ്ങിന് വേണ്ടിയാണ് പോകുന്നത്. ഇവിടുന്ന് 150 കിലോമീറ്ററാണ് ചെമ്പ്ര പീക്കിലേക്കുള്ളത്. നമുക്ക് പാൽച്ചുരം വഴിയും പോകാം, നെടുമ്പോയിൽ വഴിയും പോകാം. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് നെടുമ്പോയിൽ വഴിയാണ്. 2:45 ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. ഞാൻ കരുതി ആരും ഇല്ലയെന്ന്. മുമ്പ് നമ്മൾ പോകുമ്പോൾ ഒന്നും ആരും ഉണ്ടാവില്ല കേട്ടോ. പാതിരാ സമയത്തൊന്നും പോകുമ്പോൾ ഏതെങ്കിലും 1-2 വണ്ടി കണ്ട്. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി. പാതിരി ആയാലും നട്ടുച്ച ആയാലും എപ്പോഴും വണ്ടികളാണ്. അതിൻ്റെ ഇടയിൽ ആ വളവിന്ന് ഷിറുവിൻ്റെ വണ്ടിൻ്റെ അടുത്തേക്കാണ് ഒരു വണ്ടി വരുന്നത്. ഈ വളവിന്ന് ആൾക്കാർക്ക് സ്പീഡ് കുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണ് അതിൻ്റെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എപ്പോഴും നമ്മൾ കാണുന്നത് വളവെത്തുമ്പോൾ ആൾക്കാർക്ക് കുറച്ച് സ്പീഡ് കൂടുതലാക്കുന്നില്ല, ആ സ്പീഡ് ഡൗൺ ചെയ്യാനുള്ള മടി. തട്ടുകട തുറക്കുമ്പോഴേക്കന്നെ ആൾക്കാർ നോക്കിയേ. ആ തട്ടുകട തുറക്കുമ്പോഴേക്കുള്ള ആൾക്കാരെ നോക്കിയേ എത്ര പാടാന്ന്. നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ചായയെല്ലാം കുടിച്ച് വന്നതുകൊണ്ട് നമ്മളേതായാലും ചായ ഒന്നും കുടിക്കുന്നില്ല. അപ്പം നമ്മളതിന് ഇവിടുന്ന് വിടാന്ന് 2 വണ്ടിയും ഫുൾ ടാങ്കാക്കി. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം കണ്ടത് ചെമ്പ്ര പീക്കിൽ രാവിലെ 5 മണിക്കെല്ലാം വന്ന് ക്യൂ നിന്നിട്ടാണ് ടിക്കറ്റ് എടുക്കലെന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ 6 മണി മുതൽ ടിക്കറ്റ് തുടങ്ങും, 5 മണിക്ക് ക്യൂ നിൽക്കണം, 7 മണിയാകുമ്പോൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുമെന്നെല്ലാമാണ് കേട്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പുറപ്പെടുമ്പോൾ തന്നെ ഇവിടുന്ന് 3 മണിക്കാണ് പുറപ്പെടുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പം എത്ര മണിക്ക് എത്താം എങ്ങനെയെന്ന് ഒന്നും അറിയില്ല. ടിക്കറ്റ് കിട്ടുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും പോയി നോക്കാം. കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറാം, ഇല്ലെങ്കിൽ പിന്നെ വേറൊരു ദിവസം അതിനായിട്ട് പോയിട്ട് സ്റ്റേ എല്ലാം അടിച്ച് രാവിലെ പോയി കയറേണ്ടി വരും. നമുക്ക് എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ ഇന്ന് എന്താകും, ചെമ്പ്ര പീക്കാണോ അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള 900 കണ്ടിയാണോ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ട്രൈ ചെയ്യാം. സമയം ഇപ്പോൾ 6:10 ഇതാ. നേരം പരപര വെളുത്ത് തുടങ്ങി, വണ്ടികൾ എണ്ണവും കൂടി. നമുക്ക് വരുന്ന വഴിക്ക് ചെറുതായിട്ട് കോട കിട്ടി, പിന്നെ ചെറിയ മഴ കിട്ടി. മഴ പെയ്യുന്നവരെ നല്ല രീതിയിൽ റൈഡ് ചെയ്ത് വന്നുകൊണ്ടിരുന്നതാണ്. മഴ പെയ്യാൻ തുടങ്ങിയതും പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ സ്കിഡ് ചെറുതായിട്ടായി. ആയുമ്പോൾ തന്നെ ഞാൻ ഒന്ന് ബാലൻസ് ഒക്കെ ചെയ്ത് സെറ്റായി. പിന്നെ ഞാൻ സ്ലോ ആയിട്ടാണ് വന്നത്. കാരണം വെച്ചാൽ ഈ ഫസ്റ്റ് മഴ പെയ്യുമ്പോൾ മിക്ക സ്ഥലത്തും പിന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടാകും. നമ്മളെ വണ്ടിൻ്റെ ഓയിലൊക്കെ വീണിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം തട്ടുമ്പോൾ വേഗം സ്കിഡാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ സ്കിഡ് ചെറുതായിട്ടായപ്പം തന്നെ പിന്നെ സ്പീഡ് കുറച്ച്. ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റ്. ഓ ഒരു വല്ലാത്തൊരു റോഡ്, ഇങ്ങനെ ചാടി പോകുന്ന റോഡ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ, ഇങ്ങനെ ചാടി പോകുന്നൊരു റോഡ്. ഇതാണ് കേട്ടോ മറ്റേ മുണ്ടക്കയം ദുരന്തത്തിൽപ്പെട്ടവർക്ക് പണിത വീട്. ഈ വീട് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്ന പോലും. എന്നിട്ട് അവർ പറഞ്ഞ പോലെ നമുക്കിതൊരു ബുദ്ധിമുട്ടാണ്, പിന്നെ നിങ്ങൾ കാണാൻ വരണ്ടെന്നുള്ളത്. ഇങ്ങനെ വരുമ്പോൾ അവർക്കും സങ്കടമാകുന്നുണ്ടാവുമായിരിക്കൂലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ കൽപ്പറ്റ എത്താൻ പറ്റും. ലെഫ്റ്റ് ഊട്ടി റോഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നല്ല ക്ലൗഡി ആയിട്ടുള്ള ഒരു കാലാവസ്ഥ. മഴ പെയ്യണോ വേണ്ടയോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ റോഡിൽ മുമ്പിൽ വണ്ടി കുടുങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറി പോകാൻ വേണ്ടി. എന്ന് ഇതൊന്ന് സ്പീഡിൽ പോയിക്കൂടി. ഇയാൾ എന്തിങ്ങനെ ഇട്ട് ഉരുട്ടുന്നേ, കാറാ പോലെ എടുക്കുന്നത്. എന്നിട്ട് എന്താ കാര്യം, സ്പീഡില്ല. വിനോദയാത്ര ഊട്ടി. ഇതെല്ലാം കാണുമ്പോൾ മുമ്പ് കോളേജിൽ നിന്ന് ഊട്ടി പോയ പിന്നെ കാര്യമാണ് ഓർമ്മ വരുന്നത്. എന്ത് രസമാണല്ലേ ആ കാലഘട്ടമെല്ലാം. നമ്മളിപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്, എന്നാലാണ് നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയെല്ലാം കാര്യം ആലോചിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. താഴോട്ടേക്ക് വാ. ചെമ്പ്ര പീക്ക് ഇതാ.
വാ, നല്ല മുളങ്കാടുകൾ, അതിൻ്റെ നടുവിലൂടെ നമ്മൾ വന്നു. ആഹാ, ഇനിയിപ്പം ലേറ്റ് ആവാത്തവണ തമിഴ്നാടും തെലുങ്കാനയും എല്ലാം ഉണ്ടല്ലോ. നല്ല വൈബുള്ള റോഡ്, രണ്ട് സൈഡിലും തേയിലത്തോട്ടം, അതിൻ്റെ നടുവിലൂടെ ഒരു കുഞ്ഞ റോഡ്. വാഹു, അന്തസ്. പക്ഷെ ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു അന്തസ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടാണ് ചെമ്പ്ര പീക്ക് കയറാൻ പോകുന്നത്. അവിടെ താഴെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് കഴിക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ റെസ്റ്റോറൻറ്റ് ഇല്ലെങ്കിൽ പെട്ട്. പിന്നെ ഞങ്ങളെ കയ്യിൽ കുറച്ച് നട്സെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ട്രക്കിങ്ങിന് ആ നട്സൊക്കെ ഇതാവോ, പോസിബിളാണോ അറിയില്ല. വരുന്ന വഴിക്ക് കുറേ സ്ഥലത്ത് ഇങ്ങനെ പൊറോട്ടൻ്റെ സ്മെല്ലടിച്ചപ്പോൾ ഞാൻ ഷിറുവിനോട് പറഞ്ഞു, ഷിറു എനിക്ക് പൊറോട്ട വേണം, പൊറോട്ട കഴിച്ചിട്ട് പോയാലോ. പിന്നെ ഇവിടെ എത്താൻ ലേറ്റ് ആവേണ്ടെന്ന് വിചാരിച്ചത് നമ്മളെവിടെയും നിർത്താണ്ട് വന്നതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വയനാട് വന്നവരാന്ന് എൻ്റെ പിന്നെ വണ്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് ഒരു കുലുക്കട്ട കുലുക്കുന്ന പോലത്തെ ഒച്ച കേൾക്കാൻ തുടങ്ങിയത്. ചെറിയ ചെറിയ ഇതേപോലെ കുഴിയിലൊക്കെ പോകുമ്പോൾ. എന്നിട്ട് ആ വണ്ടി അവിടെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി വെച്ച് പിന്നെ ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ശരിയാക്കിയെന്നും പറഞ്ഞിട്ട് തന്നത്. പക്ഷേ അതിന് ശേഷം ഇപ്പോൾ ഇതാ ഈ ഒരു കുഴിയിലെല്ലാം വീഴുമ്പോൾ സൗണ്ട് വരുന്നുണ്ട് ഫ്രണ്ടിൽ നിന്ന്. ഇനിയിപ്പോൾ തിരിച്ചെത്തി കഴിഞ്ഞിട്ട് വേണം ആദ്യം കൊണ്ടുപോയി നോക്കാൻ വേണ്ടി. എന്താ സൗണ്ടൊന്നും അറിയില്ല. ഹായ്, ഇവിടുത്തെ പട്ടികളെ നോക്കിയാൽ തീരെ ഒരു ആരോഗ്യമില്ലാത്ത പട്ടിക്കുട്ടികൾ, മെലിഞ്ഞുണങ്ങിയത്. നമ്മളവിടുത്തെ നല്ല തടിക്കുട്ടന്മാർ. ചെമ്പ്ര പീക്കിൻ്റെ ഇവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ പാർക്കിങ്. ഇവിടെ വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഷിറു എവിടെ വെക്കാം? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എത്തുമ്പോഴേക്ക് ഓഫ്ലൈൻ ടിക്കറ്റ് എല്ലാം കഴിഞ്ഞിന്. ആൾക്കാർ രാവിലെ 4 മണി മുതൽ വന്ന് ക്യൂ നിന്നിട്ടാണ് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞത്. ആകെ ഉള്ളത് വിസിറ്റിംഗ് ചെയ്യാനുള്ള ഒരു ടിക്കറ്റ് ഉണ്ട്, 50 രൂപ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിന് വലിയ താല്പര്യമില്ല, നമ്മൾ വന്നത് ട്രക്കിങ്ങിനാണല്ലോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് ഇത് ആ ഒരു വിഷമം ഇവിടെ. പിന്നെ ഹോട്ടലിൽ കയറി 2 പൊറോട്ടയും ബീഫും മുട്രോസെല്ലാം അടിച്ചങ്ങ് തകർത്തപ്പം സമാധാനമായി. ഇവിടെ ഇരുന്നിട്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് ടിക്കറ്റും ഓൺലൈനിൽ പിന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും അടുത്ത ആഴ്ച വരണം. പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ തവണ ചേക്കാടി വന്നപ്പോൾ അജയേട്ടൻ വയനാട്ടിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം പറഞ്ഞാൽ ഞാൻ പേര് പക്ഷേ നമ്മൾ രണ്ടാളും മറന്നുപോയി കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് കുറേ സമയമായി അജയേട്ടനെ വിളിക്കുന്നു, പക്ഷേ ആളെ കിട്ടുന്നില്ല. അപ്പോൾ ആളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോകും, അല്ലെങ്കിൽ പിന്നെ എന്നൂർ പോകാനാണ് പരിപാടി. അങ്ങനെ അജയേട്ടൻ ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടിയ സ്ഥലത്തിൻ്റെ പേര് കുങ്കിച്ചിറ ഹെറിറ്റേജ് മ്യൂസിയം എന്നാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 55 കിലോമീറ്റർ ഉണ്ട്. പേരിയ ഭാഗത്താണ്. നമ്മൾ തിരിച്ചു പോകേണ്ട റൂട്ട് തന്നെയാണ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ മേപ്പാടി, നെക്സ്റ്റ് വീക്ക് കാണാട്ടാ. എന്തായാലും കുറേ കാലത്തിന് ശേഷമാണ് എനിക്കൊന്ന് ഇങ്ങനൊരു തിരിച്ചു പോക്കല്ലേ. ഗാന്ധി ഗ്രാമം എന്തെങ്കിലും വേണം ഷിറു? വയനാട്ടിൽ വന്ന ഇതേപോലത്തെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി നല്ല കുഞ്ഞു വീടെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ചുണ്ടേൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി കേട്ടാ. ഈ വാൾനട്ട് കേക്കില്ലേ, ഇത് ഫസ്റ്റ് നമ്മൾ കണ്ടത് നമ്മൾ ഒരു ദിവസം ഇവിടുന്ന് കൽപ്പറ്റയിൽ നിന്ന് വരുമ്പോഴാണ്. അങ്ങനെ കയറി ഇവിടുത്തെ ഒരു ബന്ന്, ക്രീം ബന്ന് കഴിച്ച് പിന്നെ ഇതന്നെ പരിപാടി. അങ്ങനെ നമ്മൾ അവിടുന്ന് 2 ബന്നും പിന്നെ വാൾനട്ട് കേക്കെല്ലാം വാങ്ങിച്ചതാ ഷിറുവിൻ്റെ ബാക്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷിറുവിൻ്റെ വണ്ടി ഇതാ ഇവിടെയൊന്നും വെച്ചിട്ടുള്ളത്. അമ്മ അങ്ങനെയെന്ന് അടുത്തേക്കുള്ള റോഡാണ് കാണിക്കുന്നത്. വാ, അതിലൂടെ വേറെ റോഡ് ഉണ്ടാവുമായിരിക്കും. ഉണ്ട്, അപ്പുറത്ത് വേറെ റോഡിലേക്ക് ചെന്ന് കയറും. ഞാനും ആ റോഡ് കണ്ടപ്പോൾ ഒന്ന് കയറാൻ മടിച്ച്. ഇത് കോളേജിലേക്ക് വന്ന റോഡാണെന്ന് വിചാരിച്ചിട്ട്. എൻ്റെ ഗൂഗിൾ ചേച്ചി, ഇതൊരു വല്ലാത്ത പണിയായിപ്പോയല്ല നമുക്ക് കാണിച്ചെന്ന റോഡ്. ആ വണ്ടി നോക്കിയാൽ കയറ്റി വെച്ച സ്ഥലം നല്ല ഭംഗിയുണ്ടല്ലേ. ഇതെവിടെ നമ്മൾ പടിഞ്ഞാറത്തറ. പടിഞ്ഞാറത്തറയിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഉണ്ടത്. കുങ്കിച്ചിറ ഈ റോഡ് പോണ്ട? കുഴപ്പമില്ല, ഇതിലൂടെ പോയിക്കൂടെ? ഓക്കെ ഓക്കെ, താങ്ക്സ്.
ഇപ്പം നമ്മളിതാ മെയിൻ റോഡ് നല്ല മാറി നല്ല ഗ്രാമപ്രദേശത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല വയൽ, കുലച്ച് തീരാനായ വാഴത്തോട്ടം. ഇതപ്പം നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്, കുങ്കിച്ചിറ ഹെറിറ്റേജ് മ്യൂസിയം. ഇവിടെ എന്താ ആൾക്കാരൊക്കെ നിർത്താം, നമുക്ക് പോവാം, മുന്നോട്ടേക്ക് പോകാം. ഇവിടെ എത്തിയാ നല്ല അടിപൊളി കുളം, നടുക്ക് ഒരു ദേവി. ഇതാണ് കുങ്കിച്ചിറ മ്യൂസിയം. അന്യവാഹനങ്ങൾക്ക് പ്രവേശനമില്ല, അപ്പം നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. വന്നാൽ നമുക്ക് എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാടിൻ്റെ പഴയകാല ചരിത്രം, വയനാടിൻ്റെ പേരെങ്ങനെ വന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും. അത് പിക്ചറൈസ്ഡ് ആയിട്ടും ഉണ്ട്, അതുപോലെ തന്നെ വീഡിയോയിലും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ട്രൈബൽസിനെ കുറിച്ചുള്ള അറിവുകളാണ്. വയനാട്ടിൽ ഒരുപാട് തരം ട്രൈബൽസ് ഉണ്ട്, നമുക്ക് അറിയാത്തതും അറിയുന്നതുമായിട്ട്. അപ്പോൾ അവരെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് വായിച്ചറിയാൻ പറ്റും. പിന്നെ അതുപോലെ ട്രൈബൽസ് യൂസ് ചെയ്തിട്ടുള്ള വീട്ടുപകരണങ്ങളും കൃഷി ആയുധങ്ങളും അങ്ങനെ എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ നേരിട്ട് തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം വയനാട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും വയനാടിൻ്റെ ചരിത്രം എന്താണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് അതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. കുട്ടികളൊക്കെ കൂട്ടിയിട്ട് മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് തന്നെയാണ്. അടുത്തത് മുനീശ്വരൻ കുന്ന്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിലുള്ള ഒരാൾ പറഞ്ഞ സ്ഥലമാണ് മുനീശ്വരൻ കുന്ന്. നമ്മൾ പോകുന്ന വഴിക്കാന്ന് പറഞ്ഞത്, തലപ്പാടി എത്തണ്ടായിന് കുറച്ച് മുന്നേ മുനീശ്വരൻ കുന്ന്. അത് അത്ര വലിയ ട്രക്കിങ്ങൊന്നല്ല, ചെറിയൊരു ട്രക്കിങ്ങും വ്യൂ പോയിൻ്റാണ്, അടിപൊളിയാണ്. നിങ്ങൾ പോയി നോക്കുന്നതാണ്, നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച ഏതായാലും അവിടെ പോയി നോക്കാനേ. ചേട്ടാ, ഈ ഒരു ഭാഗത്ത് ഒരുപാട് വാഴ കൃഷിയുണ്ട് കേട്ടോ. മിക്കതും കൊല കൊത്താനായിട്ടുള്ള വാഴകളാണ്. വിശപ്പിൻ്റെ വിളി വന്നു, വിശപ്പിൻ്റെ വിളി. പൊറോട്ടയൊക്കെ ദഹിച്ചു പോയി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വയറെല്ലാം നിറഞ്ഞ് നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ 65ഉം വെജിറ്റബിൾ കുറുമ, തൈര്, അച്ചാറെല്ലാം കൂട്ടി അടിച്ച് ഇനിയിപ്പോൾ ആദ്യം ഉറക്കു വരുമോയെന്നറിയില്ലേ. അപ്പം ഇനി ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഉള്ളൂ. ചെറു ഇങ്ങോട്ടേക്കാണ് കണ്ടിനാ കയറിയത്. ഓക്കെ. ഇവിടെ ആണോ നോക്കട്ടെ, മുനീശ്വരൻ കുന്ന്. ഇവിടെ മുനീശ്വരൻ കുന്ന്, തലപ്പുഴ, വയനാട്. അതായിരിക്കും കേട്ടോ. അവിടെ അതാ മുകളിലെ ആൾക്കാരൊക്കെ കയറി നിന്നിട്ടാ. ഹോൺ മുഴക്കും. ഇതെത്തി കേട്ടാ. നമ്മളിനിപ്പോൾ ഈ റോഡ് എൻഡ് ചെയ്യുന്നത് മുനീശ്വരൻ കുന്നിലേക്കായിരിക്കും. അവിടത്തേക്കായിട്ടുള്ള റോഡാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഹോ നല്ല കയറ്റാണ് കേട്ടാ. അല്ല, 1.5 കയറ്റം. ഷിറുവിനെ കാണാനേ ഇല്ല. ഷിറു മുമ്പിൽ ഓടിക്കേറിയിട്ടുണ്ട്. ഓക്കേ, എവിടേക്കാണ്? റോഡ് തന്നെ. കയറുന്നുണ്ട്. എന്ത് ഭംഗിയാ നോക്ക്. ശരിക്കുള്ള വ്യൂ നമുക്ക് അവിടെ മുകളിലെത്തിയിട്ട് കാണാട്ടോ. ഇപ്പം ഇതാ ഇവിടുന്ന് തന്നെ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ഇവിടെ പുല്ലൊക്കെ ഹൈറ്റിലായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. എന്തായാലും അപ്പം നമ്മളിതാ ടോപ്പിലെത്തിയിരിക്കുകയെന്ന്. വണ്ടി പാർക്ക് ചെയ്ത് പാർക്കിങ്ങിന് 20 രൂപയാണ് വരുന്നത്. അങ്ങനെ അത് കൊടുത്ത് പിന്നെ ടിക്കറ്റ് എടുത്ത്, ടിക്കറ്റിന് ഒരാൾക്ക് വരുന്നത് 60 രൂപയാണ്. അത് കൊടുത്ത് നമ്മൾ ഇതിനകത്ത് കയറി
ഇനിയിപ്പോൾ ചെറിയൊരു കുന്ന് കയറാനുണ്ട്, അത് കയറി കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിന്റ് കാണാം. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹൈക്കിംഗ് ആണ്. അപ്പോൾ ഇത് ആദ്യം അവിടെയാണ് ഒരു ലാൻഡിങ് ഉള്ളത്. അവിടെ നമുക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അത് കഴിഞ്ഞ് മുകളിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുറേ കുഞ്ഞു കുഞ്ഞു പാറകളുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലെല്ലാം ഇരുന്നിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാം. ഇവിടെ അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ല, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. പിന്നെ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു രക്ഷയില്ല, സൂപ്പറാണ്. ഇവിടെ ഇടിമിന്നൽ ഏൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടിമിന്നലുള്ള സമയത്ത് നമ്മളിവിടെ കൂടുതൽ സ്പെൻഡ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് പോകാൻ നോക്കണേ. ഇതാ പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഇടിയിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഇനി താഴോട്ടേക്ക് മൂവ് ചെയ്യട്ടെ. ഒരു സുമല്ലേ ഇങ്ങോട്ട് കയറിയിനി പറയില്ലാലാ. ഓക്കെ, ഞാൻ ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവരെ കണ്ടോണ്ട് അവർക്ക് സൈഡാക്കി കൊടുത്ത്. ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇതാ ഞാൻ ഇങ്ങളെ തൊട്ട് വെക്കലുണ്ട്. അല്ല ഇതെവിടെ എങ്ങനെ പോവും? നമുക്ക് ഒതുക്കി കൊടുക്കാം. നിങ്ങൾ കുറച്ചിങ്ങോട്ട് ആക്കേണ്ടി വരുമായിരിക്കും. ഓനോട് കുറച്ചൊന്ന് ബാക്കോട്ടാക്കാൻ പോരാ പോരെ? ഓക്കെ 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 ഓക്കെ. നമുക്ക് നേരെ. ഞാൻ ലൊക്കേഷൻ വെച്ചിട്ടില്ല. അങ്ങനെ ചെമ്പ്ര പീക്ക് എന്നും പറഞ്ഞാൽ രാവിലെ ഇറങ്ങിയ നമ്മളാണ് ഇപ്പം ഇവിടെല്ലാം എത്തിയത്. മ്യൂസിയത്തിലും മുർദേശ്വർ കുന്നിലാണ്. അപ്പം ഇനി നമ്മൾ ചെമ്പ്ര പീക്ക് നെക്സ്റ്റ് വീക്ക് ടിക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത ആഴ്ച നമ്മൾ ചെമ്പ്ര പീക്കിൽ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരെ ബൈ ബൈ, സി യു, ടാറ്റാ.